നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെ ഓരോരുത്തരെയും ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരു ശക്തിയായ വനിതയാണ് ഞാൻ ഇന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമ്മൾ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തും എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു വനിത. ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ ബാല്യം, കൗമാരം, യൗവനം ഇതൊക്കെ താണ്ടി ഒരു സംരംഭക വഴിയിലെത്തി അവിടെ വിജയം കൊയ്യുകയാണ് ഇപ്പോൾ നീതു പോൾസൺ. നീതു പോൾസൺ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നു. സ്വാഗതം നീതു. കണ്ണാന്തളി എന്ന ഓൺലൈൻ ബിസിനസ് സംരംഭമാണ് നീതു പോൾസൺ നടത്തുന്നത്. ജുവലറി മേക്കിംഗ് ആണ്. ഒരുപാട് സകലകലാവല്ലഭ എന്ന് സ്വയം നീതുവിനെ വിശേഷിപ്പിക്കും. ഒരുപാട് കാര്യങ്ങളിൽ കഴിവുകളുണ്ട്. അത് കഴിയുന്നത്ര പ്രകടമാക്കാനും അത് ആ വഴിയിലൊക്കെ സക്സസ് നേടാനും ശ്രമിക്കുന്ന വ്യക്തിയാണ്. എഴുത്ത് ഇഷ്ടമാണ്. ഒരു നോവലും പുസ്തകവും ഒക്കെ എഴുതിയിട്ടുണ്ട്. നീതുവിൻ്റെ ചില അനുഭവങ്ങൾ, അങ്ങനെ അനുഭവക്കുറിപ്പുകൾ വളരെ വൈറലായതാണ്. അതൊക്കെ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഓർമ്മയുള്ളതായിരിക്കും. നീതു, നമ്മൾ കണ്ണാന്തളിയിൽ നിന്ന് തുടങ്ങുകയാണ്. കണ്ണാന്തളി എന്ന പേര് വളരെ ആളുകൾക്ക് വളരെ അവരോട് അടുപ്പിക്കുന്ന ഒരു പേരാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കളിക്കാൻ ഉപയോഗിച്ചിരുന്ന മഞ്ചാടി, അതിന് ഒരു ബിസിനസ് കണ്ടെത്താൻ സാധിച്ച വ്യക്തി കൂടിയാണ്. അത് എങ്ങനെ ജുവലറി ആക്കാം എന്ന് കാണിച്ചു തന്ന വ്യക്തി കൂടിയാണ് നീതു. എങ്ങനെയാണ് ഈ ബിസിനസ് ആശയങ്ങൾ മനസ്സിലേക്ക് വന്നത്? എനിക്ക് എന്തെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തു തുടങ്ങിയത് എംബ്രോയിഡറി ആണ്. ചെറുതായിട്ടൊക്കെ എംബ്രോയിഡറി ഒക്കെ ചെയ്തു ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് എല്ലാവരും ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും പുതുമയായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ജ്വല്ലറി മേക്കിങ്ങിലേക്ക് കടന്നത്. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ട്രെൻഡിങ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ വാങ്ങാൻ ആൾക്കാരുണ്ടാവും. കണ്ടു പഴകിയതോ അല്ലെങ്കിൽ കണ്ടു ശീലിച്ചതോ ആയ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ ആദ്യം ചിലങ്കയും മുത്തൊക്കെ വെച്ചിട്ടൊരു മാലയാണ് ആദ്യം ചെയ്തത്. അപ്പൊ അതിന് നല്ലൊരു പ്രതികരണം ലഭിച്ചു. എനിക്ക് കുറെ ഓർഡേഴ്സ് കിട്ടി. അതങ്ങനെ പോയപ്പോഴാണ് എനിക്ക് എന്നോട് ഫാദർ മാത്യു എന്ന് പറഞ്ഞിട്ട് ഒരാള് മഞ്ചാടി കൊണ്ട് കൊന്ത ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചത്. എനിക്കത് ഭയങ്കര റിസ്ക് ആയിരുന്നു ആദ്യമൊക്കെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേനും മഞ്ചാടി കൊണ്ട് മാലകളൊക്കെ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കൊന്തയൊന്നും ആരും ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കിത് തുളച്ച് എങ്ങനെ എടുക്കും എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഏകദേശം ഒരു 1-2 മാസത്തോളം ഞാൻ മഞ്ചാടി വീട്ടില് വാങ്ങി വെച്ചു. ഇത് എങ്ങനെ ചെയ്യണം എനിക്ക് അറിയില്ലായിരുന്നു. ലാസ്റ്റ് അത് തുളയ്ക്കാനുള്ള ഒരു വിദ്യ ഞാൻ കണ്ടുപിടിച്ചു. തുളച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ആഭരണങ്ങളാക്കി മാറ്റാമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ആദ്യം ചെയ്തത് ഒരു മഞ്ചാടിയുടെ കൊന്തയാണ്. നീതു അയച്ചു തന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ, നീതു എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് കൂടിയാണ്. അപ്പോൾ പലപ്പോഴും ഇത്തരം ആഭരണങ്ങൾ നീതു പോസ്റ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു സംശയം, ഇതിനകത്ത് ഈ ഹോൾ എങ്ങനെ വരും, എത്ര പണിപ്പെട്ടായിരിക്കും ഇത് ഇടുന്നത് എന്നാണ്. ഇപ്പോൾ നീതു സൂചിപ്പിച്ചുവല്ലോ ഒരു തന്ത്രം കണ്ടുപിടിച്ചു എന്ന്. അത് ഏതെങ്കിലും തരത്തിലുള്ള മെഷീനാണോ? എങ്ങനെയാണ് അതിൽ അങ്ങനെ ഒരു ഹോള് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, ആഭരണങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഇടുന്നത്? അത് ഡ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതെനിക്ക് ഏറ്റവും ഒരു എളുപ്പം ഹസ്ബൻഡ് തന്നെയാണ്. പോൾ ഹസ്ബൻഡാണ് എനിക്ക് ആദ്യം ഇത് ചെയ്ത് തന്നത്, തുളച്ചു തന്നോണ്ടിരുന്നത്. അന്നേരം പിന്നെ ആള് തന്നെ എന്നോട് പറഞ്ഞു, നീ ഇത് ചെയ്ത് പഠിക്കണം. കാരണം ഇപ്പം എന്താ പറയാ, ഇപ്പൊ ആൾക്ക് എപ്പോഴും വീട്ടിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നീ ഇങ്ങോട്ട് തുളച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. നാളെ എന്നെ അത് ഡ്രില്ല് ചെയ്യാൻ പഠിപ്പിച്ചു. പക്ഷെ എനിക്ക് ആളുടെ അത്ര എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് എന്റെ കൈയും കാലൊക്കെ എപ്പോഴും മുറിയും. എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്, ഡ്രില്ല് ചെയ്യാൻ സഹായിക്കുന്ന പോളാണ്. അതാണ് അതിലെ ഏറ്റവും റിസ്ക് ഉള്ള ഫാക്ടർ അല്ലേ മഞ്ചാടിയിൽ? അതെ, തുളച്ചെടുക്കുന്നതാണ്. നമ്മൾ വിചാരിക്കും ചെറിയ ചെറിയ കുരുവല്ലേ, പെട്ടെന്ന് തുളയ്ക്കാന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു അപ്പോൾ ആദ്യത്തെ ഒരു മഞ്ചാടിക്കുരു തുളച്ചത് ഏകദേശം ഒരു 3 ദിവസം കൊണ്ടാണ് തുളച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഈസി ആയത്. പക്ഷെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് മഞ്ചാടി തുളച്ചെടുക്കാനായിട്ട്. ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയില്ലേ? അതെ. അപ്പോ അത് പ്രത്യേക മെഷീനാണോ, അതോ നമ്മൾ സാധാരണ ഗ്രില്ല് ചെയ്യുന്ന മെഷീൻ പോലെയാണോ? പ്രത്യേക മെഷീനാണ് അതിന് വേണ്ടത്. ശ്രദ്ധ വേണം നന്നായിട്ട്. അല്ലെങ്കിൽ അപകടം ഉണ്ടാവും. അതെ, അല്ലെങ്കിൽ വിരലിക്ക് നമ്മള് നമ്മുടെ കണ്ണും മനസ്സും ഒരേ ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ കൃത്യമായ ഒരു പോയിന്റോട് വേണം അത് ചെയ്യാൻ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നേരെ വിരലി വന്ന് കയറും. അങ്ങനെ ഒരു റിസ്ക് ആണ് ശരിക്കും പറഞ്ഞ. അപ്പോൾ ആദ്യം കൊന്തയാണ് മഞ്ചാടിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു 10-80 എണ്ണമെങ്കിലും വേണ്ടി വരുമായിരിക്കും അല്ലേ ഒരു കൊന്തയ്ക്കൊക്കെ? അതെ
എത്ര ദിവസം 59 മണിയുടെ കൊണ്ടായിരുന്നു ആദ്യത്തേത് കൊന്തയാണ് എനിക്ക് ചെയ്തത്? ചെയ്യാൻ കിട്ടിയത്. കേട്ടിരുന്നോ? എത്ര ദിവസം എടുത്തു 59 ആദ്യത്തേത്? മണിയുടെ കൊന്തയാണ് ആദ്യം ചെയ്യാൻ കിട്ടിയത്. പറഞ്ഞോളൂ. 59 മണിയുടെ കൊന്തയായിരുന്നു എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഓർഡർ കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നെയാണ് ഈ മഞ്ചാടി ലെയർമാലകളും അടുക്കുമാലകളൊക്കെ വന്നു തുടങ്ങിയത്. അതിനൊക്കെ ഒരുപാട് 100-300 മഞ്ചാടിയൊക്കെ ഒരു മാലയ്ക്ക് വേണ്ടി വരാറുണ്ട്. മഞ്ചാടി എവിടുന്നാ കളക്ട് ചെയ്യുന്നേ? സുഹൃത്തുക്കൾ അയച്ചു തരും, പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങാറുണ്ട്. കൂടുതൽ എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേര് എനിക്ക് അയച്ചു തരാറുണ്ട്. എന്തായാലും മഞ്ചാടി ഓൺലൈനിൽ നിന്ന് വാങ്ങാറുണ്ട്, പിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട്. അങ്ങനെ കളക്ട് ചെയ്യാറുണ്ട്. ഈ മഞ്ചാടി കണ്ണാന്തളിയിൽ ഉണ്ടാക്കുന്ന ജ്വല്ലറി ഒക്കെ ഇപ്പോ മഞ്ചാടി കൊണ്ട് മാത്രമാണോ? ഇപ്പം അതിലേക്കായി ശ്രദ്ധ മുഴുവൻ. കൊന്ത കഴിഞ്ഞ് ഞാൻ നെക്ലസ് കണ്ടു. മറ്റെന്തൊക്കെ ഈ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റും, പിന്നെ അതിന്റെ പല വെറൈറ്റി ആയിട്ടുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അടുക്കുമാലകള്, ലെയർമാലകള്, അങ്ങനെ ഒരുപാടാണ്. മഞ്ചാടി കൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ സാധ്യതകൾ വളരെ വലുതാണ് മഞ്ചാടി. പിന്നെ നീതു ഇടുക്കിക്കാരിയാണ്. തൊടുപുഴയാണ് നീതുവിന്റെ വീട്. നേരിട്ട് എത്തണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയധികം ദൂരം വരേണ്ടുന്ന ബുദ്ധിമുട്ടൊക്കെ ഓർത്തിട്ടാണ് സൂമിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നല്ല മഴയുള്ള സമയം കൂടിയാണ്, കാലാവസ്ഥ ചതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് സൂമിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ കേൾക്കാമോ നീതു എന്നെ? കേൾക്കാം. പറഞ്ഞോളൂ. കേൾക്കാം. പറഞ്ഞോളൂ. ഇപ്പോൾ നമ്മൾ പല സാധനങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു വരികയായിരുന്നു. ഏതൊക്കെ ഓർഡറാണ്? പ്രത്യേകമായി ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞാണോ ആളുകൾ ഓർഡർ തരുന്നത്? അതനുസരിച്ചാണോ ഓർഡർ എടുത്ത് അത് ചെയ്യുക എന്നതാണോ ബിസിനസ് രീതി? അതെ, ഓർഡർ അനുസരിച്ചാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് മഞ്ചാടി അടുക്കുമാല എന്ന് പറഞ്ഞിട്ടൊരു മാലയുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. പിന്നെ അതിന്റെ ലെയർ മാലകളും ഒരുപാട് പോകുന്നുണ്ട്. എനിക്ക് ഈ മഞ്ചാടി ചെയ്യുന്നതുകൊണ്ട് തന്നെ വേറെ ഓർണമെന്റ്സ് ചെയ്യാനുള്ള സമയമില്ല സത്യം പറഞ്ഞു. കാരണം അതിന്റെ മേക്കിംഗ് തന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും എന്നതുപോലെ നമുക്ക് ചെയ്യാൻ വർക്കുകളുണ്ട്. അതുകൊണ്ടാണ് മഞ്ചാടിയിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതും അതിന്റെ ഓർഡർ എടുത്ത് ചെയ്യുന്നതും. എല്ലാം പ്രീ ബുക്കിംഗ് ആണ്. ഒരു 5 ദിവസം മുതൽ 10 ദിവസം വരെ താമസം വരാറുണ്ട് ഒരു മാല ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ മഞ്ചാടി എന്ന് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു കോസ്റ്റ് വളരെ കുറവായിരിക്കും എന്നാണ്. പക്ഷേ ഇപ്പോൾ നീതു പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരെണ്ണം ചെയ്യാൻ തന്നെ 4-5 ദിവസം വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത്രയും മാൻ പവർ ആവശ്യമുള്ളതാണ്. എങ്ങനെയാണ് അതിന്റെ കോസ്റ്റ് ഒക്കെ? ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇപ്പം മഞ്ചാടി അടുക്കുമാലയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് 750 രൂപയാണ്. 750 രൂപയാണ്. പിന്നെ ലെയർമാലയ്ക്ക് വരുന്നതും സെയിം റേറ്റ് തന്നെയാണ്. കൊന്ത വിൽക്കുന്നത് 1000 രൂപയ്ക്കാണ് കൊന്ത വിൽക്കുന്നത്. കാരണം നമുക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആൾക്കാർ എന്നെ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ പറമ്പിലൊക്കെ വെറുതെ വീണ് കിട്ടുന്ന സാധനത്തിൽ ഇത്രയും വില വാങ്ങണം എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും മഞ്ചാടി മണിയുടെ പൈസയല്ല ഇത്. നമ്മൾ എടുക്കുന്ന കഷ്ടപ്പാടിന്റെ പൈസയാണ് ശരിക്കും പറഞ്ഞത് വാങ്ങുന്നത്. കാരണം ഒരു അടുക്കുമാല ഏകദേശം 300ഓളം മഞ്ചാടി അതിൽ വേണം. നമുക്ക് ആ മാലയ്ക്കുള്ള മഞ്ചാടി തുളയ്ക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 4 നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മഞ്ചാരിയുടെ പൈസയല്ല അത്, നമ്മൾ എടുക്കുന്ന അധ്വാനത്തിന്റെ പൈസയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനാവുന്നത്. തീർച്ചയായും. പക്ഷേ ഇപ്പോൾ 750 രൂപ കൊടുത്തൊക്കെ മേടിച്ചാൽ ഒരു ഹെവി ഓർണമെന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. വലിയ ഫംഗ്ഷനുകളിലൊക്കെ പോകുമ്പോൾ അത്ര ഹെവി ആയിട്ടുള്ള ഒരു ജ്വല്ലറി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. നീതു, ഈ മഞ്ചാടി ഇതിന്റെ ഷൈനിങ് കുറയുകയോ ഏതെങ്കിലും തരത്തിൽ കേടുവന്നു പോവുകയോ ഒക്കെ ചെയ്യുമോ? അതോ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണോ ഈ ജ്വല്ലറി ഉണ്ടാക്കുന്നത്? അതായത് മഞ്ചാടി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒരിക്കലും വെള്ളം നനയാൻ പാടില്ല. വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പൂപ്പൽ വരും. അതുകൊണ്ട് തന്നെ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ ഒരിക്കലും സൂക്ഷിക്കരുത്. എല്ലാ ഓർഡർ എടുക്കുമ്പോഴും ഞാൻ എല്ലാവരും പറയാറ്, ആദ്യം റിസ്ക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട്. നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം, അല്ലെന്നെങ്കിൽ ഇത് പോകുന്നു പറയാറുണ്ട്. അപ്പൊ അത് ഓക്കെ ആണ്, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നവർക്കാണ് സത്യം പറഞ്ഞാൽ ചെയ്തു കൊടുക്കുന്നത്. മഞ്ചാടി ഒരിക്കലും നമ്മൾ അലക്ഷ്യമായിട്ട് ഉപയോഗിക്കരുത്. സാധാരണ ഓർണമെന്റ്സ് നമ്മൾ സ്ഥിരം ഡെയിലി ഒക്കെ ഉപയോഗിക്കാറ്, അതുപോലെ മഞ്ചാടി ഉപയോഗിക്കരുത്. നിങ്ങളുടെ ഏതെങ്കിലും വിശേഷപ്പെട്ട ഒരു എന്താ പറയാ ഒരു ആഘോഷം വരട്ടെ, അപ്പോഴൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം. അല്ലാത്ത പോലെ നമ്മൾ ഡെയിലി യൂസിന് ഇത് മഞ്ചാടി ഒരിക്കലും കൊള്ളില്ല. അത് കേടുപാട് തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് ഒരു പ്രത്യേകമായ രീതിയിൽ വേണം മഞ്ചാടി സൂക്ഷിക്കാൻ. ഉപയോഗിച്ചിട്ട് മാറ്റി വെക്കുക, ഈർപ്പമില്ലാതെ തുടച്ച് വൃത്തിയാക്കി വെക്കുക. ഇതിട്ടുകൊണ്ട് കുളിക്കാനൊന്നും പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നീതു. എന്തായാലും നീതു ഒരു വ്യത്യസ്ത വഴിയാണ് നീതു തേടിയത്. ഇപ്പോൾ ധാരാളം ഓർഡറുകൾ
ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? ഇങ്ങനെ ഒരു ആഭരണം അല്ലെങ്കിൽ കൊന്ത എന്നതൊക്കെ ആളുകൾ ആ നിലയിൽ അക്സെപ്റ്റ് ചെയ്ത് അത് തേടി വരുന്ന ഒരു സാഹചര്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ആദ്യം ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതിന്റെ വിപണന സാധ്യത എങ്ങനെയാന്ന് ഓർത്തിട്ട്. പക്ഷെ എനിക്ക് തോന്നി എപ്പോഴും എല്ലാവരും അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും ഒരു പ്രത്യേകമായി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് വാങ്ങാനാണല്ലോ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മഞ്ചാടിയുടെ ഓർണമെന്റ്സ് ചെയ്തു തുടങ്ങിയ പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഡിസൈൻസ് കണ്ടെത്താനും എനിക്ക് ഇഷ്ടമാണ്. വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. മെയിൻ ആയിട്ട് ഞാൻ എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കൂടിയാണ് ഓർണമെന്റ്സ് വിൽക്കുന്നത്. തീർച്ചയായിട്ടും ആൾക്കാരുണ്ട് വാങ്ങാനായിട്ട്. അപ്പൊ പിന്നെ നമുക്ക് നഷ്ടമൊന്നുമില്ല, എന്തായാലും നഷ്ടമില്ല. കണ്ണാന്തലി എന്ന പേര് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു പേരിലേക്ക് എത്തിയത്? അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തൊരു സംരംഭം തുടങ്ങുമ്പോഴും ആൾക്കാർക്ക് എത്തിപ്പെടണമല്ലോ. അപ്പം തീർച്ചയായിട്ടും ജ്വല്ലറി ബിസിനസ് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് എല്ലായിടത്തും കാണുന്ന ഒരു പേര് വേണ്ട, എന്നാൽ പെട്ടെന്ന് ആൾക്കാർ ഓർത്തിരിക്കുന്ന, ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന എന്തെങ്കിലും ഒരു പേര് വേണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ കുറെ നടന്ന് തെരഞ്ഞെടുത്തുമാണ് കണ്ണാന്തരി എന്നുള്ള പേര് ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷെ എനിക്കെന്തോ ആൾക്കാർ എപ്പോഴും പറയാറുണ്ട് എന്നോട്, നീതു പേര് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ എവിടെയും ഇല്ലാത്തൊരു പേര് വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കണ്ണാന്തരി എന്ന പേര് ഞാൻ ചൂസ് ചെയ്തത്. നീതുവിൻ്റെ ഫേസ്ബുക്കിലേക്ക് പോയാൽ വേണമെങ്കിൽ ഇങ്ങനെ ഒരു സാധനം, ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അത് ഫേസ്ബുക്കിൽ കൊടുക്കാം. പക്ഷേ അങ്ങനെയല്ല, അതിന് ഒരു പാട്ടുണ്ടാവും, ഒരു പൂവുണ്ടാവും. ഭയങ്കര രസമായിട്ടാണ് അത്. ഓരോ മാലയായാലും ഓരോ ഓർണമെൻ്റ് ആയാലും പരിചയപ്പെടുത്താൻ നീതു ഒരു പോസ്റ്റ് ഇടുന്നത് ഭയങ്കര രസമായിട്ട്. അതിനൊരു എഫേർട്ടുണ്ട്. അത് ഒരു കലാകാരി കൂടി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ആ ഒരു ടച്ച് എല്ലാ പോസ്റ്റിലും കാണാൻ പറ്റും. നീതു പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഒരു സകലകലാവല്ലഭ എന്നാണ് നീതുവിനെ സ്വയം വിശേഷിപ്പിക്കുന്നത്. പാട്ട്, ഡാൻസ് ഒക്കെ ഇഷ്ടമുള്ള, അതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തുന്ന, അതിൽ സന്തോഷിക്കുന്ന, അതൊക്കെ അറിയാവുന്ന വ്യക്തി കൂടിയാണ്. പക്ഷേ നീതുവിൻ്റെ ബാല്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. ഒറ്റയ്ക്കൊരു പെൺകുട്ടി എങ്ങനെ സ്വന്തം ജീവിതം കരുപിടിപ്പിച്ചു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് നീതു. അങ്ങനെ ഒരു വല്ലാത്ത അനുഭവത്തിൻ്റെ കരുത്ത് നീതുവിന് പിന്നിലുണ്ട്. എങ്ങനെയായിരുന്നു ബാല്യവും കൗമാരവും ഒക്കെ? എനിക്ക് അച്ഛനില്ല, ഞാൻ അമ്മ വീട്ടിലാണ് വളർന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്, എപ്പോഴും അല്ല, ഞാൻ ഒട്ടുമിക്ക ആൾക്കാരും ഞാൻ പറയാറുണ്ട്, കുടുംബം എന്നത്, നമുക്ക് കുടുംബത്തിനുള്ളിൽ ജീവിക്കും, നമുക്ക് കുടുംബത്തിന്റെ വില അറിയില്ല. പക്ഷെ കുടുംബമില്ലാതെ ജീവിക്കുമ്പോൾ നമുക്ക് അതിന്റെ വില നന്നായിട്ട് അറിയാം. കാരണം നമുക്ക് ഒരിടത്തൊരു സ്ഥാനം ഉണ്ടാവില്ല, ഒരു വീട്ടിൽ കയറി ചെല്ലാൻ പറ്റത്തില്ല. അപ്പൊ ഞാനും ഏകദേശം അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ എന്റെ അമ്മ വീട്ടിലാണ് വളർന്നത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ അമ്മയുടെ സഹോദരന്മാരുണ്ട്, അവരുടെ ഭാര്യമാര്, പിന്നെ അവരുടെ കുട്ടികള്. എന്നെ പോലെ ആളെ നോക്കാനും എടുക്കാനും അവർക്ക് സമയം ഉണ്ടായിരുന്നില്ല, സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോ തന്നെ നമുക്ക് നോക്കാൻ ഇല്ലാതെ ആകുമ്പോൾ തന്നെ നമ്മളുടെ എന്താ പറയാ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയെന്ന് വേണേൽ പറയാം. കാരണം നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ, നീ എന്തെങ്കിലും കഴിച്ചോ, ഒന്നും വേണ്ട, നീ ഓക്കെ ആണോ, നീ സന്തോഷമായിട്ട് ഇരിക്കുന്നോ എന്ന് പോലും ചോദിക്കാൻ ഒരാളില്ല. അപ്പൊ അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് മായ്ച്ചു കളയണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ഞാൻ പറയും, എനിക്ക് എന്റെ കുട്ടിക്കാലം മായ്ച്ചു തരാമോ എന്ന് ഞാൻ ചോദിക്കും. കാരണം ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറേയധികം ഓർമ്മകളുടെ ഒരു കൂടാരമാണ് എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. കൗമാരത്തിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മൾ ജീവിക്കാനുള്ള ഒരു ഓട്ടമായിരുന്നു. ഒരു 20 വയസ്സ് വരെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആലോചിക്കും ഞാൻ എങ്ങനെ അതിൽ നിന്നൊക്കെ കരകയറി പോന്നു എന്ന്. എനിക്കൊരു അതിശയം തോന്നും. എന്താ പറയാ, നമ്മള് വീഴാതെയും തളരാതെയൊക്കെ ഇവിടം വരെ എത്താൻ പറ്റുന്നത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അനുഭവിച്ചതൊക്കെ നമുക്ക് എഴുതിയാലും പറഞ്ഞാലും തീയില്ല എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല വസ്ത്രം ധരിക്കാൻ, നന്നായിട്ടൊന്ന് ഉറങ്ങാൻ, അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ സമൂഹം കൂടി എങ്ങനെ ഇത്തരം ഒരു അവസ്ഥയിലുള്ള പെൺകുട്ടിയോട് പെരുമാറുന്നു എന്നതുകൂടി നീതുവിൻ്റെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കും. പലതരത്തിലുള്ള അവഹേളനങ്ങൾ നേരിടേണ്ടി വന്നു. അത് നിറത്തിൻ്റെ പേരിലായാലും സാമൂഹിക പശ്ചാത്തലത്തിൻ്റെ പേരിലായാലും ഒക്കെ അത്തരം രീതിയിലുള്ള മോശം അനുഭവങ്ങൾ കൂടി നേരിടേണ്ടി വന്നു. ബോഡി ഷെയ്മിങ് അനുഭവിച്ചിട്ടുണ്ട് ധാരാളം എന്ന് നീതു തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നീതു ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ അവസ്ഥയൊക്കെ, അതിനോടൊക്കെ പൊരുതി ജയിച്ച് സ്വന്തം നിലയിൽ ജീവിതം കരുപിടിപ്പിച്ച് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങി അതിൽ വിജയിച്ച് വരുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഒരു കരുത്തായി മാറുകയാണോ? തീർച്ചയായിട്ടും. കാരണം മറ്റുള്ളവരല്ല നമ്മുടെ ജീവിതം എന്താവണം തീരുമാനിക്കുന്നത്, നമ്മളാണ് നമ്മുടെ ചോയ്സ് ആണ്. എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. നമുക്കത് എങ്ങനെയും ജീവിച്ചു തീർക്കാം.
ഈ ആൾക്കാർ എന്നെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, ഇവരാരും വിധിക്കുന്നതല്ല എന്റെ ജീവിതമെന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അവരെന്താണോ ഞാൻ ആകാൻ ആഗ്രഹിച്ചത്, ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്റെ ജീവിതം എന്റെ ചോയ്സ് ആയിരുന്നു. ഇന്ന് അത് ആലോചിച്ചും എനിക്ക് തോന്നുന്നു ഈ മനുഷ്യരെല്ലാം അതായത് ചില സമയം നമുക്കൊന്ന് ഒന്ന് ഒന്ന് കരയാനായിട്ട് നമുക്കൊരു ആഗ്രഹം തോന്നും. കരയാനൊരു തോളുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സാരമില്ല പോട്ടെ എന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു നമ്മൾ ചിന്തിക്കും. പക്ഷെ എനിക്ക് ഈ ഒരു 20 വയസ്സ് ഇങ്ങനെ ഒരാൾ എന്റെ ലൈഫിലേ ഇല്ല. അതുകൊണ്ട് എനിക്ക് സങ്കടം വന്നാലും ഞാൻ കരയില്ല, വിഷമം വന്നാൽ ഞാൻ ഒരു മനുഷ്യനോട് പറയില്ല. അതൊക്കെ ഞാൻ ഉള്ളിൽ അടക്കാൻ പഠിച്ചു. അവിടെന്നൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും എന്താ പറയാ, എല്ലാ മനുഷ്യരോടും നന്ദി. കാരണം ഇന്നത്തെ ഒരു നീതു ആകാൻ അവരെല്ലാവരും പല രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് കളിയാക്കിയിട്ടാണെങ്കിലും പരിഹസിച്ചിട്ടാണെങ്കിലും മാറ്റി നിർത്തിയിട്ടാണെങ്കിലും ഇന്നത്തെ ഒരു നീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരെന്നെ ഒരുപാട് സഹായിച്ചിട്ടേ ഉള്ളൂ. ഓരോ കളിയാക്കലും ഓരോ പരിഹാസം കേൾക്കുമ്പോഴൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഇതൊന്നും അല്ല ഞാനെന്നാണ്. ശരിയാണ്, എനിക്ക് അങ്ങനെയൊന്ന് വലുതായിട്ടൊന്നും അല്ലെങ്കിലും ചെറുതായിട്ടായെങ്കിലും ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. കാരണം മറ്റൊരു വിധിക്കുന്നതല്ല നമ്മുടെ ജീവിതം, നമ്മളാണ് നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത് എന്താവണമെന്നും എങ്ങനെയാവണമെന്നും. തീർച്ചയായും നമ്മൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഇപ്പോൾ അച്ഛൻ ഉപേക്ഷിച്ചു പോയ അമ്മയ്ക്കും ആ രീതിയിൽ സംരക്ഷിക്കാൻ കഴിയാതെ പോയൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ നിലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അല്പമെങ്കിലും കൈത്താങ്ങാകേണ്ടത് അധ്യാപകരാണ്. പക്ഷേ അവിടെയും ഉണ്ടായ ഒരു മോശം അനുഭവം നീതു തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവിടെ പോലും കൈപിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല നീതുവിനെ സംബന്ധിച്ച്. നീതു പിന്നീട് ഒരു പുസ്തകം, ഇന്ന് വായനാ ദിനം കൂടിയാണ്, അപ്പോൾ വായനാ ദിനത്തിൽ തന്നെ നീതുവിനെ പോലെ എഴുതാനും വായിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന 2 പുസ്തകങ്ങൾ സ്വന്തമായി ഇറക്കിയ ഒരാളെ കിട്ടുന്നതും നമുക്ക് സന്തോഷമാണ്. അതിനുശേഷം നീതുവിൻ്റെതായി പുസ്തകങ്ങൾ വരുന്നു, നീതു അറിയപ്പെട്ടു തുടങ്ങുന്നു അല്ലേ. 750 രൂപയുടെ ഒരു സാരി കഥ നീതു പറഞ്ഞത് കേരളക്കരെ ആകെ കേട്ടിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ. ഏറ്റവും കുറഞ്ഞ ഒരു സാരി എനിക്ക് കല്യാണത്തിന് വേണം എന്ന് സ്വന്തമായിട്ട് വിവാഹം ഒരുക്കിയ ഒരു പെൺകുട്ടി ആവശ്യപ്പെട്ടതിൻ്റെ കഥ കേരളം കേട്ടതാണ്. ആ പെൺകുട്ടി കൂടിയാണ് നീതു ഈ എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ ഇഷ്ടം ഉള്ളിലുണ്ടായിരുന്നു. ഒരു ടീച്ചറാണ് അന്ന് ആ മാർഗം കാണിച്ചു തന്നത്. പക്ഷേ പല ടീച്ചർമാരിൽ നിന്ന് മോശം അനുഭവങ്ങളും ഉണ്ടായി. അതിനുശേഷം ഇതിൻ്റെ പുസ്തകങ്ങളൊക്കെ പുറത്തിറങ്ങിയതിന് ശേഷം അധ്യാപകരെ കാണുമ്പോൾ പോലും അവർക്ക് ആ തിരുത്ത് സാധ്യമാകുന്നില്ല എന്ന് നീതു പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ സാമൂഹിക പശ്ചാത്തലം, സമൂഹം നീതുവിൻ്റെ അനുഭവത്തിന് ശേഷമെങ്കിലും മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പുസ്തകം ഇറക്കി കഴിഞ്ഞിട്ട് എന്നെ പഠിപ്പിച്ച ഒരു സാറിനെ വിളിക്കുകയാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് മനസ്സിൽ ഇഷ്ടം ഉണ്ടായിരുന്ന സാറ് എന്നെ വിളിക്കുന്നത്. അപ്പൊ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷം. അപ്പൊ സാറ് നെക്സ്റ്റ് പറഞ്ഞത്, ഞങ്ങള് ഇന്നലെ രാത്രി മുഴുവൻ ചർച്ച ചെയ്യായിരുന്നു, നീതു ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കാറായോ, ഞങ്ങൾക്ക് ഭയങ്കര അതിശയം തോന്നി എന്നാ പറഞ്ഞത്. അപ്പൊ അവിടെയും ഒരു കളിയാക്കലാണ്. അപ്പൊ ആ പുസ്തകത്തിൽ എന്താണ് ഞാൻ എഴുതിയിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വായിച്ചതെന്നും, വായിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചതൊന്നും അല്ല നീ എഴുതിയേക്കുന്നതും എന്നും കൂടി സാറ് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ഒരു അങ്ങ് ഇല്ലാണ്ടായി പോയി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു അങ്ങനെ അനുഭവമാണ് എനിക്ക് ഉണ്ടായത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ ഇവരെയൊക്കെ ബോധ്യപ്പെടുന്നത് നടത്തുന്നത്. കാരണം നമ്മൾ ഒരു കുറെ വർഷം ഞാൻ ആ സ്കൂളിൽ പഠിച്ചിട്ടും പോലും ഇവരൊരു ദയോ ഒരു കാരുണ്യം എന്നോട് കാണിച്ചിട്ടില്ല. എന്നോട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ സമീപനം കാണിക്കുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു മനുഷ്യരൊന്നും ഒരിക്കലും മാറില്ല. എല്ലാ മനുഷ്യരും ചില മനുഷ്യരുടെ ഉള്ളില് ഇവരിങ്ങനെ നടന്നാൽ മതി, ഇവരിതുപോലെ സഞ്ചരിച്ചാൽ മതി എന്നുള്ളൊരു അടിവരയുണ്ട്. ആ അടിവര നമ്മൾ എന്താ പറയാ കിടക്കുമ്പോഴാണ് ഇവർക്ക് അതിശയം തോന്നുന്നതും നമ്മളെ ഒരു ഭയങ്കര ഒരു അത്ഭുതമായിട്ടൊക്കെ നമ്മളെ നോക്കി കാണുന്നു. അങ്ങനെയൊന്നുമില്ല. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടാവുന്നതേ ഉള്ളൂ. പക്ഷെ ചില മനുഷ്യരുണ്ട്, ഇന്നവർ ഇന്നതായാൽ മതി, അല്ലെങ്കിൽ ഇവർ ഇങ്ങനെയൊക്കെ ആയാൽ മതി എന്ന് ചില മനുഷ്യർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ്. അവരുടെ തീരുമാനമല്ല ഒരിക്കലും നമ്മുടെ ലൈഫ്. ഞാൻ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എത്താം. ഒരു ചെറിയ ഇടവേള നമുക്ക് ആവശ്യമുണ്ട്. അതിനുശേഷം വീണ്ടും ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. നീതു പോൾസൺ തുടരുന്നുണ്ട്. നീതു ഒരു എഴുത്തുകാരിയാകണം എന്നതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ ആഗ്രഹിച്ചത്ര പഠനം പോലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല. പഠനം ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നു. പക്ഷേ പിന്നെയും ഭാഗ്യം കൊണ്ടും കഠിന പ്രയത്നം കൊണ്ടും ആ എഴുത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചെത്താനാകുന്നു.
ജിമിക്കിയും റോസമ്മയും ഇല്ലേ, നോവൽ റോസമ്മയാണ്. അത് ആ രീതിയിൽ തന്നെ സ്വീകരിക്കപ്പെട്ട 2 പുസ്തകങ്ങളാണ്. ഈ വായനാ ദിനത്തിൽ എന്താണ് പറയാനുള്ളത്? സംരംഭം, ജീവിതത്തിൽ വരുമാന മാർഗം എന്ന നിലയിൽ ഒരു സംരംഭം തുടങ്ങുന്നു, അത് വിജയിക്കുന്നു. അതിനോടൊപ്പം തന്നെ എഴുത്തും കൊണ്ടുപോകുന്നുണ്ടോ? അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്റെ കഴിഞ്ഞ ജീവിതത്തിൽ എനിക്ക് ഓർത്ത് സന്തോഷിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിലൊന്ന് എന്റെ 8ാം ക്ലാസ് ആണ്. 8ാം ക്ലാസ് വെച്ചിട്ട് ഒരു വൈകുന്നേരം എന്നെ ഹിന്ദി പഠിപ്പിക്കുന്ന ആ ടീച്ചർ കാരണമാണ് ഞാൻ ഓരോ മത്സരങ്ങൾക്ക് ഇപ്പൊ പോകുന്നത്. ടീച്ചർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർ അപ്പൊ വിളിച്ചു പറയും, നീ ഇത് പോകണം, അവിടെ ഇന്ന മത്സരം പോയി പങ്കെടുക്കണം എന്ന് പറയും, ഞാൻ പോകും. അങ്ങനെയായിരുന്നു. അപ്പൊ ആ വർഷം ഞാൻ പോയ ഒരു ഇതിൽ എനിക്ക് സമ്മാനം ഉണ്ടായിരുന്നു, കഥയ്ക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അന്നപ്പോ ടീച്ചറിന് പറഞ്ഞു, കഥയ്ക്ക് സമ്മാനം കിട്ടിയതല്ലേ, ഞങ്ങൾക്കൊക്കെ മിഠായി വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മിഠായി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പൊ ടീച്ചർ അത് ക്ലാസ് റൂമിൽ ഇരുന്ന് എല്ലാവർക്കും കൊടുത്തിട്ട് ടീച്ചർ പറഞ്ഞു, നാളെ ഒരിക്കലും ഇങ്ങനെ കവി സമ്മേളനമോ സാഹിത്യാരങ്ങമൊക്കെ കാണും, അവിടെ ആരുണ്ടാവും? നമ്മുടെ കഥാകാരിയായ നീതുമോൾ കെയും ഉണ്ടാവും എന്ന് ടീച്ചർ എല്ലാ കുട്ടികളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ ഒരു സംഭവം ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്റെ കണ്ണു നിറയും. കാരണം ടീച്ചർ പറഞ്ഞ ആ കാര്യം അതുപോലെ നടന്നിട്ടുണ്ട്. എഴുത്തുകാരി എന്ന പേരിൽ ഒരുപാട് വേദികളിൽ ആദരിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഇടങ്ങളിൽ പോകാൻ പറ്റിയിട്ടുണ്ട്. എപ്പോഴും ഞാൻ എഴുതുന്നത് എന്റെ ജീവിത പരിസരങ്ങളിൽ ഞാൻ കണ്ടുമുട്ടിയ ആൾക്കാരെ വെച്ചിട്ടാണ് ഞാൻ കഥ എഴുതുന്നത്. എനിക്ക് കഥ എഴുതാൻ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ചിലർ പറയും, നീതു കുറച്ചും കൂടെ വിശാലമായിട്ട് ചിന്തിക്കണം, കുറച്ചും കൂടി എന്താ പറയാ, ഇടുങ്ങിയ ചിന്തയെന്നൊക്കെ മാറണമെന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ എനിക്ക് എപ്പോഴും എഴുതാതിരിക്കുമ്പോഴും എന്റെ ജീവിതാനുഭവങ്ങളാണ് എനിക്ക് മുന്നിൽ വരുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ കഥകൾ എഴുതുന്നത്. എന്റെ ആദ്യത്തെ പുസ്തകമാണ് ജിമിക്കി. ജിമിക്കി ഇറക്കിയപ്പോഴത്തേനും ഒരുപാട് പേര് ആ പുസ്തകം വാങ്ങുകയും വായിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് റോസമ്മ ഇറങ്ങിയത്, അത് നോവലാണ്. പിന്നെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, മൂക്കുത്തി എന്ന് പറഞ്ഞിട്ട്, അതും ഒരു ചെറുകഥാ സമാഹാരമാണ്. 3 പുസ്തകങ്ങൾ ഇപ്പൊ എന്റേതായിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഞാൻ എഴുത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്റെ അനുഭവക്കുറിപ്പുകൾ വെച്ചിട്ട് ഇളമഴക്കാലം എന്നൊരു പേര് പുസ്തകം ഇറക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. 2-3 വർഷമായിട്ട് അതിന്റെ പുറകെയാണ്. ഈ വർഷമെങ്കിലും അത് സാധ്യമാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നമ്മൾ വലിയ ലക്ഷ്യങ്ങളുമായി വലിയ കഷ്ടപ്പാടുകളോട് പൊരുതുമ്പോൾ അവിടെ ഒരു ദൈവസ്പർശം പോലെ ഒരു വ്യക്തി നമ്മുടെ കൈപിടിക്കാനുണ്ടാകും. അങ്ങനെ നീതുവിൻ്റെ ജീവിതത്തിൽ വന്ന വ്യക്തിയാണ് പോൾസൺ. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകണം. അതിനു മുൻപ് നീതു, സാധാരണ സംരംഭകർ വരുമ്പോൾ നമ്മൾ അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച്, അതിൻ്റെ വിപണനത്തെക്കുറിച്ച്, ആ സംരംഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും ചോദിക്കാറ്. അത് മാത്രമായിരിക്കും ഒരുപക്ഷെ ചോദിക്കാറ്. പക്ഷേ നീതുവിനെ പോലെ ഒരാളെ അങ്ങനെ വിടാൻ പറ്റില്ല. നീതു നല്ല രീതിയിൽ പാട്ട് പാടുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറ്റുമോ? അയ്യോ, നാടൻ പാട്ടുകളും കവിതയൊക്കെ ചൊല്ലിയിരുന്നു. നാടൻ പാട്ടാ വേണ്ടേ? റിസ്ക് എടുക്കണോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്ന് റിസ്ക് എടുത്തോ. റിസ്ക് എടുക്കാൻ ജീവിതത്തിൽ പേടിയുള്ള ആളങ്ങാണോ നീതു? അല്ല, എന്നാലും പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോഴേ പറ്റില്ല. ഇല്ല, തൽക്കാലം ഇല്ല. ഓക്കെ, എന്നാ വേണ്ട. നമുക്ക് പോൾസന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. എപ്പോഴാണ് ജീവിതത്തിൽ ആ ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്? അതായത് ഞങ്ങൾ കണ്ടുമുട്ടിയ സ്ഥലം ഒരു ഹോസ്പിറ്റലായിരുന്നു. എന്റെ അമ്മയ്ക്ക് പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. ഒരു 50% പൊള്ളലേറ്റ് അമ്മ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു 3 മാസം ട്രീറ്റ്മെന്റിലായിരുന്നു അമ്മ. അവിടെ വെച്ചിട്ട് ആണ് ഞാൻ പോൾസനെ കാണുന്നത്. അത് കണ്ടുമുട്ടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബ്ലഡിന്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞതുപോലെ അന്നും എന്റെ ഒപ്പം നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, റിലേറ്റീവ് ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്മ 2ാമത് വിവാഹം കഴിച്ച ആളാണ്. അപ്പം 2ാം അച്ഛനും അമ്മയും ഞാനും അങ്ങനെ ഞങ്ങളാണ് ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ടിരുന്നത്. അപ്പം 2ാം അച്ഛന് തിരിച്ച് നാട്ടിലേക്ക് വരണം, ആളുടെ വർക്കൊക്കെ നോക്കണം. പിന്നെ ഞാനും അമ്മയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബ്ലഡിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോളായിട്ട് ആദ്യം കാണുന്നത്. അപ്പൊ ആളെനിക്ക് കാര്യങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്നെ പറ്റിയൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്, വീട് ഇവിടെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ആള് ഡിസ്ചാർജ് ആയി പോകുന്നതിന്റെ ഒരു 2 ദിവസം മുൻപ് ആളുടെ ബ്രദറുമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു. അപ്പൊ ആള് ഡിസ്ചാർജ് ആയി പോകുന്നതിന്റെ തലേദിവസം വന്നിട്ട് ഇതുപോലെ ഒരു കല്യാണത്തെ പറ്റി സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പൊ അങ്ങനെയുള്ള ഒരു കല്യാണം കഴിക്കുക, ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുക, അതിനൊന്നും എനിക്ക് താല്പര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് കല്യാണം കഴിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2-3 കൊല്ലം കഴിഞ്ഞ് നമുക്ക് നോക്കാമെന്ന് ഞാൻ അന്ന് പോളിനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോളിന്റെ വഴിയെ പോയി, ഞാൻ എന്റെ വഴിയെ പോയി. ഏകദേശം ഒരു 3 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. പോൾ എവിടെയാന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാൻ എവിടെയാന്ന് പോളിന് അറിയണ്ടായിരുന്നില്ല.
ഞാൻ എറണാകുളത്ത് ആയിരുന്ന സമയത്ത് ഒരു ദിവസം എനിക്കൊരു കോൾ വന്നു. അപ്പൊ എന്റെ അമ്മയെ വിളിച്ചത്. അപ്പൊ അമ്മ പറഞ്ഞു, നമ്മൾ അന്ന് പരിചയപ്പെട്ട പോളോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര അതിശയം തോന്നി, കാരണം ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ആള് ഓർത്തിരിപ്പെടുന്നൊക്കെ ഞാൻ ആലോചിച്ചു. അങ്ങനെ പിന്നെ ഞാൻ പോളിനെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആൾക്ക് അറിയേണ്ടത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അറിയേണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ സംസാരിച്ചു. പിന്നെ കല്യാണം കഴിച്ചേക്കാം എന്നൊരു ആലോചന വന്നു. ആ സമയത്ത് എന്നെ സംബന്ധിച്ചോളം ഞാനും ഭയങ്കരമായിട്ടൊരു എന്താ പറയാ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം കല്യാണം എന്നുള്ള എനിക്കൊരു ആവശ്യമുള്ള സംഭവമായിരുന്നു. കാരണം നമുക്ക് വീട്ടിൽ ആരും ഇല്ലാണ്ടായി വന്നു. എന്റെ അമ്മമ്മയായിരുന്നു എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അമ്മമ്മയ്ക്ക് വയ്യാതായി വന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ പല നാട്ടിൽ ജോലി ചെയ്ത് മടുത്തും എന്താ പറയാ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത്. അപ്പൊ പറഞ്ഞു അന്ന് പിന്നെ കല്യാണം കഴിച്ചേക്കാം എന്ന രീതിയിൽ പിന്നെ ഞങ്ങൾ സംസാരിച്ചു. ആദ്യമൊന്നും കാരണം പോള് ക്രിസ്ത്യനാണ്. പോളിന്റെ ഫാമിലി ഒന്നും ആദ്യം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഹിന്ദുവാണ്. എന്നെ സംബന്ധിച്ച് വീട്ടിൽ പിന്നെ വേറെ ആരും ഇല്ല ചോദിക്കാനൊന്നും. പക്ഷെ ഞാൻ പോളിനോട് പറഞ്ഞു, നമ്മൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാവരും അറിഞ്ഞിട്ടായിരിക്കണം എന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ എന്റെ കല്യാണം നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ആരും പോളിന്റെ ഫാമിലിയിൽ നിന്ന് ആരും സഹിച്ചിട്ടുണ്ടായിരുന്നില്ല പോലെ ഈ ജാതിയുടെ മതത്തിന്റെ കുരിശ് പറഞ്ഞിട്ട്. അതിനുശേഷമാണ് കുറച്ച് മാത്രമുള്ള സമ്പാദ്യവും കൊണ്ട് സ്വയം കല്യാണം ഒരുക്കത്തിലേക്ക് നീങ്ങുന്നത് അല്ലേ? അതെ ആ അതെ. സാരി വാങ്ങാൻ പോയ കഥ ഒന്നുകൂടി ഓർക്കുമോ? സാരി, അതായത് നമ്മുടെ സ്വന്തം കല്യാണം നമ്മൾ നടത്തുമ്പോൾ ഒത്തിരി റിസ്ക് ആണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല സുഹൃത്തുക്കൾ പോലും ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് ഇങ്ങനെ മതിയോ അല്ലെങ്കിൽ ഇത് നല്ലതാണോ എന്ന് ചോദിക്കാൻ എനിക്ക് രണ്ടാമതൊരാളില്ല. എല്ലാം ഞാൻ എന്നോടാണ് ചോദിക്കുന്നത്, ഇത് നല്ലതാണോ അത് നല്ലതാണോ എന്നൊക്കെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്റെ കല്യാണ തലേന്ന് പൂ മേടിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് വെളുപ്പിന് ഒരു 4 മണി ഒരു പൂ പുറത്ത്, അതൊക്കെ ഇപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ അക്കൗണ്ടിൽ ഒരു ചെറിയ തുക ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് സ്വർണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ തുക ഇങ്ങനെ വീതം വെച്ചു. ഇത് ഇന്ന ആവശ്യത്തിന്, ഇത് ഇന്ന ആവശ്യത്തിന് എന്ന് പറഞ്ഞ് വീതം വെച്ച് കഴിഞ്ഞിട്ട് കല്യാണത്തിന് വിളി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയി. കാരണം എനിക്ക് വിളിക്കാൻ ഒരുപാട് ആൾക്കാരെ വിളിക്കണം. പക്ഷെ അത്രയും പേര് വിളിച്ച് കെങ്കേമായിട്ട് നടത്താനുള്ള കെങ്കവുമായിട്ട് കല്യാണം നടത്താൻ എന്നെക്കൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു 12 പേരാണ് ഞാൻ എന്റെ കല്യാണത്തിന് വിളിച്ചത്. ഒരു 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത്. പിന്നെ സാരിയൊക്കെ ഞങ്ങൾ കല്യാണത്തലേന്നാണ് പോയി വാങ്ങിയത്. ഈ പറഞ്ഞ പോലെ ഒരു ഓറഞ്ച് ഷെയ്ഡ് സാരി ആയിരുന്നു പോയി വാങ്ങിയത്. കല്യാണം എന്നൊക്കെ പറയുമ്പോഴത്തേനും എല്ലാവരുടെ മനസ്സിൽ ഭയങ്കര വലിയ സംഭവമാണല്ലോ. അതുകൊണ്ടാണ് കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവര് ഏറ്റവും വിലയുള്ള സാരിയാണ് എടുത്ത് കാണിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും വിലയുള്ള സാരി ഒന്നും വേണ്ട, ഏറ്റവും വില കുറഞ്ഞത്, ഈ കടയിൽ ഏറ്റവും വില കുറഞ്ഞ സാരി തരാൻ പറഞ്ഞു. അങ്ങനെയാണ് 200 സാരി കിട്ടിയത്. തന്നെ ഒരുങ്ങി ഇറങ്ങി, തന്നെ കതിർമണ്ഡപത്തിൽ കയറി, അങ്ങനെയൊക്കെ. ഇപ്പൊ ആലോചിക്കുമ്പം വിഷമം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, നമ്മള് ആരെങ്കിലൊക്കെ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലോ. അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. തലയെ കൈവച്ച് അനുഗ്രഹിക്കാനും ഒരു സമ്മാനം തരാനും ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വിഷമം ഉണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ വിഷമം തോന്നും. പിന്നെ ഓർക്കും സാരമില്ല, നമ്മൾ അതിൽ നിന്നൊക്കെ കടന്നു പോകുന്നല്ലോ, പിന്നെ ഇതിനെ അതിനെപ്പറ്റി ആലോചിക്കുന്നത് തോന്നും. പോളിന്റെ കുടുംബത്തിൽ നിന്ന് പോലും ആരും സഹകരിച്ചില്ല എന്ന് പറഞ്ഞു. ഇപ്പോ ഇല്ല, ബന്ധുക്കൾ സഹകരിക്കുന്നുണ്ടോ? ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് അതിന്റെ ഒരു കോമഡി എന്ന് പറയുന്നത്. കാരണം ഒരു സമയത്ത് നമുക്ക് ഇവിടെ എല്ലാവരും സഹായം ആവശ്യമായി വരും. പിന്നെ നമ്മൾ ശീലിക്കുവാണ്, ആരുമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആരൊക്കെ വന്നാലും പോലും നമുക്കൊന്നുമില്ല. അങ്ങനെയാണ്. ഒരു 5 വർഷം എടുത്തു പോളിന്റെ സഹോദരനോട് സംസാരിക്കാനായിട്ട്. ഇപ്പോഴും ചിലരൊക്കെ കാണുമ്പോഴും അവർക്ക് എന്താ പറയാ, ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്കൊരു ലക്ഷ്യമുള്ള നീതുവിന് ഒരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ് നീതു ആ ലക്ഷ്യത്തിലേക്ക് എത്തിയത്. എഴുതണമെന്നും വായിക്കണമെന്നും കൂടുതൽ എഴുതണമെന്നും കൂടുതൽ പുസ്തകങ്ങൾ തൻ്റെ പേരിൽ വേണമെന്നും ലക്ഷ്യമുണ്ട്. അതിൻ്റെ വഴിയിലുമാണ്. സ്വയം അങ്ങനെ വലിയ വലിയ ലക്ഷ്യങ്ങൾ വെക്കാറുണ്ടോ? എന്താണ് ഇനി എത്തിപ്പെടേണ്ട ലക്ഷ്യം സംബന്ധിച്ച് മനസ്സിലുള്ളത്? കണ്ണാന്തളി ഒരു ബ്രാൻഡായി മാറണം എന്നാണ് എന്റെ ആഗ്രഹം. പിന്നെ എനിക്ക് 2 കുട്ടികളാണ്. ഒന്ന് അലൻ, ഒന്ന് എഡ്വിൻ. അലൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, എഡ്വിൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ എനിക്ക് നടക്കാതെ പോയതൊക്കെ എന്റെ കുട്ടികളോട് നേടണം എന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ നമ്മുടെ ആഗ്രഹം മാത്രമാണ്, അവരെന്താവുന്ന അവരാണ് തീരുമാനിക്കുന്നത്. എങ്കിലും അവരെ നന്നായി പഠിപ്പിക്കുക എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതാണ്, കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കണ്ണാന്തളി നല്ലൊരു ബ്രാൻഡായിട്ട് മാറണം, നല്ല നല്ല പുസ്തകങ്ങൾ എഴുതണം. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് എന്റെ ആഗ്രഹങ്ങൾ. ഈ ഒരുപാട് വനിതാ സംരംഭകർ എന്ന് മാത്രമല്ല, നമ്മൾ എവിടെയൊക്കെ പിന്നിലായി പോകുന്നോ അവിടെ
നമുക്കെതിരെ പറയാനും നമ്മളെ കൂടുതൽ ചവിട്ടിത്താക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാകും. പക്ഷേ അവരോടൊക്കെ പൊരുതി ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്തിയ ആളാണ് നീതു. ഇപ്പോഴും പലരും ആ നിലയിലൊക്കെ ഒരു പക്ഷേ സംരംഭകരായിട്ടായാലും മുന്നോട്ട് വരാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവർ, അല്ലെങ്കിൽ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, സ്ത്രീ ആയതുകൊണ്ട് വിവേചനം നേരിടുന്നവർ, നിറത്തിൻ്റെ പേരിൽ, വണ്ണത്തിൻ്റെ പേരിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി പേര്, അല്ലെങ്കിൽ ഈ രീതിയിൽ പലരാൽ ആക്രമിക്കപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? നമുക്ക് ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. കാരണം എനിക്ക് കണ്ണാന്തളി മാത്രമല്ല, എനിക്ക് ട്യൂട്ടർ സെന്ററും കൂടിയുണ്ട്. ഞങ്ങളോട് 8 ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡാണ് മെയിൻ ആയിട്ട് അത് പഠിപ്പിക്കുന്നത്. ഹസ്ബൻഡ് മലയാളം, ഹിന്ദി, മാത്സ് 3 സബ്ജക്ട് പഠിപ്പിക്കുന്നു. കൂടാതെ 8 ടീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ട്യൂഷൻ സെന്റർ തുടങ്ങിയപ്പോൾ എന്നോട് ആൾക്കാർ പറഞ്ഞത്, നീതുവിന്റെ അടുത്ത് നീതു ട്യൂഷൻ നടത്തിയിട്ട് എന്ത് കാണിക്കാനാണ് ആദ്യം ആൾക്കാർ ചോദിച്ചത്. ആ വർഷം തന്നെ 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് നല്ല മാർക്കോടുകൂടി ഞങ്ങൾ ജയിപ്പിച്ചെടുത്തു. അത് ഞാൻ സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് ലൈക്കും കമന്റ് ഒക്കെ വന്നു. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നമ്മുടെ ചെറിയ നേട്ടങ്ങളൊന്നും ആഘോഷിക്കാൻ ആരും ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കാൻ എപ്പോഴും ആൾക്കാരുണ്ടാവും. അപ്പൊ ഞാൻ എല്ലാ സ്ത്രീകളോടും പറയാണ്, നമ്മൾ വീട്ടിലിരുന്ന് കുറച്ച് ചോറും കറിയും വെച്ചു, കുറച്ചു നേരം കിടന്നുറങ്ങി, അതൊന്നുമല്ല നമ്മുടെ ലൈഫ്. നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു 10 രൂപയാണെങ്കിൽ 10 രൂപ നിങ്ങൾ സമ്പാദിച്ചിരിക്കണം. നിങ്ങളുടെ നിങ്ങളുടെ മകനോ മകളോ ആരെങ്കിലും ആവട്ടെ, അവർക്കൊരു പിറന്നാൾ വന്നു കഴിഞ്ഞാൽ മിഠായി മേടിച്ചു കൊടുക്കാനായിട്ട് ഒരു 10 രൂപ നിങ്ങളിൽ ഉണ്ടാവണം. ഹസ്ബൻഡ് ഒരു ആവശ്യം പറഞ്ഞു കൊടുക്കാൻ ഒരു 100 രൂപ നിങ്ങളിൽ ഉണ്ടാവണം. വീട്ടിൽ നിന്ന് എനിക്ക് വീട്ടിലിരുന്ന് ഒന്നും ചെയ്യാനില്ലേ, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുകൾ ഉണ്ടാവും. നമ്മൾ ആ കഴിവുകളെ നമ്മൾ കണ്ടെത്തണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പണ്ടൊക്കെ ആൾക്കാർക്ക് ഭയങ്കര മടിയായിരുന്നു, ഫേസ്ബുക്കിൽ കൊണ്ടുവന്നൊക്കെ പറയും. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഓൺലൈൻ സാധ്യത ഒരുപാടുണ്ട്. എല്ലാ സ്ത്രീകളും അത് മാക്സിമം പ്രയോജനപ്പെടുത്തണം. അച്ചാറായിട്ടും മെഴുകുതിരി സംരംഭമായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ സ്ത്രീകളും ഇന്ന് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് ചോറും കറിയും വെച്ച് മാത്രം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പാഴാക്കി കളയരുത്. എന്തെങ്കിലും ചെറു വരുമാനം നിങ്ങൾ വീട്ടിലിരുന്ന് നേടണം. അതിലേക്ക് ഇറങ്ങിത്തിരിക്കണം. ഒരു മാല ഇട്ടാലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹെയർ ക്ലിപ്പ് ചെയ്തിട്ടാലോ അന്ന് തന്നെ ആൾക്കാരൊന്ന് വാങ്ങുമെന്നോ അന്ന് തന്നെ നിങ്ങൾ വലിയ ബിസിനസ്സുകാരി ആവുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു ക്ലിപ്പ് ഇട്ടു, നാളെ 2 ഇടണം. ഒരാൾ വാങ്ങുന്നോണ്ടും വരെ നമ്മൾ ചെയ്യണം. നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കണം. നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ട് എപ്പോഴെങ്കിലും നിങ്ങളതായിട്ടൊരു 10 രൂപയെങ്കിലും നിങ്ങൾ മാറ്റി വെക്കാൻ റെഡി ആവണം എന്നാണ് എല്ലാവരോടും ഞാൻ പറയുന്നത്. ആരും അടിച്ചു നിൽക്കരുത്. ഇപ്പോഴും ഞാൻ പറയുന്നത് ചോറും കറിയും വെക്കുക മാത്രമല്ല ഒരു സ്ത്രീയുടെ പ്രഥമമായ ലക്ഷ്യം. നമ്മൾ പെണ്ണുങ്ങളല്ലേ, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കണം. തീർച്ചയായും. നീതു പോൾസൺ എന്ന പേരിൽ ഫേസ്ബുക്കിൽ നീതുവിനെ പരിചയപ്പെടാം. നീതുവിൻ്റെ മഞ്ചാടി മാലകൾ വേണമെങ്കിൽ വാങ്ങാം. അതല്ല, അല്പം സാമൂഹ്യ സേവനത്തിനൊക്കെ മനസ്സുള്ള വ്യക്തി കൂടിയാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള വ്യക്തിയാണ്. എന്തെങ്കിലും സംശയങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ജ്വല്ലറി മേക്കിംഗ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഓൺലൈൻ സംരംഭം തുടങ്ങേണ്ടത് എന്നുള്ള സംശയങ്ങളാണെങ്കിൽ അതിനും നിങ്ങൾക്ക് നീതുവിനെ ബന്ധപ്പെടാം. തീർച്ചയായിട്ടും ഈ ഒരുപാട് കനൽ വഴികൾ താണ്ടി വന്ന വ്യക്തിയായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ് സഹായം നൽകാൻ നീതു ഉണ്ടാവുമെന്ന് എനിക്കുറപ്പാണ്. എന്തായാലും നീതു, വളരെ നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിനും ഇത്രയധികം വിശേഷങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിനും. ഇനിയും ജീവിത ലക്ഷ്യങ്ങളിലേക്ക് ശക്തിയായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പോൾസണ് എൻ്റെ വക ഒരു ഹായ് അറിയിക്കുക. കാരണം ശരിക്കും നീതുവിൻ്റെ കഥയിലെ ഹീറോ തന്നെയാണ് പോൾസൺ. എൻ്റെ ഒരു ഹായ് പറയുക, കുട്ടികളുടെ അന്വേഷണം അറിയിക്കുക. തീർച്ചയായിട്ടും. സ്നേഹം. മറ്റൊരു വ്യക്തിയുമായി ലേഡീസ് ബാൻഡ് നാളെ. നമസ്കാരം.